സഹകാരി ചേരുന്ന സമയത്ത് പൈസ ഇതുപോലെ ആ സമയത്ത് ഇടാനില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന പൈസ എനിക്കിങ്ങനെ തരുമായിരുന്നു, ഇച്ചിരി പൈസ തരുമായിരുന്നു. അതിനൊരു കുടുക്ക ഇതുപോലെ വാങ്ങിച്ചിട്ട് ഞാൻ അതിനകത്ത് ഇട്ടിട്ട് അതൊരു ഇതായപ്പോൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ അത് തന്നെ നോക്കിയപ്പോൾ അങ്ങനെ ഞാൻ സഹകാരിയിൽ പൈസ അടയ്ക്കുന്നത്. ഇവള് 10-12 1 മണിവരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉറക്കം പ്രശ്നം ഇപ്പം നല്ലതുപോലെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാൽ പിന്നെ നമുക്ക് വിശ്രമിക്കാം. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയിൽ പത്തനംതിട്ട ജില്ലയിൽ 2ാം റാങ്ക് ഹോൾഡറായിട്ടുള്ള ഷബാനയോടും കുടുംബത്തോടുമാണ് ഇപ്പോൾ നമ്മൾ ഇന്നുള്ളത്. എന്തായാലും നമ്മൾ തുടങ്ങുന്ന എല്ലാ മേഖലയിലും ആദ്യ റാങ്കുകളിലേക്ക് എത്തുന്നതിൽ ഉദ്യോഗാർത്ഥികളെ ഹെൽപ്പ് ചെയ്യുക എന്ന കാര്യത്തിൽ സഹകാരിയുടെ ലെഗസി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വന്ന ഒരാഴ്ച കഴിയുമ്പോഴാണല്ലേ ക്ലാസ് തുടങ്ങുന്നത്. ഒരാഴ്ച കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ ക്ലാസ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഫ്രീ ക്ലാസ്സിൽ തുടക്കത്തിൽ വന്ന ആളാണ് ഷബാന. സംഭവം 1.5 മാസം ആയപ്പോഴത്തേക്കും അല്ലേ നമ്മുടെ ആദ്യത്തെ മന്ത്ലി എക്സാമിനേഷനിൽ നമ്മുടെ സൂപ്പർവിഷൻ എക്സാമിനേഷനെ കഴിഞ്ഞപ്പോഴത്തേക്കും കൺഫർമേഷൻ വന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അതെ ടോട്ടൽ നമുക്ക് കിട്ടിയ മൊത്തം 4 മാസമാണ്. 4 മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിയുള്ളത് ഒരു വലിയ കടൽ പോലുള്ള സബ്ജക്റ്റുകൾ. അപ്പോൾ അതിനകത്തോട് ശരിക്കും പറഞ്ഞാൽ മാക്സിമം നമ്മൾ പടവെട്ടി, നമ്മൾ മാത്രമല്ല നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഷബാന അടക്കമുള്ള ആൾക്കാർ ഇതിന് നമ്മളോടൊപ്പം തോളോടെ തോൾ ചേർന്ന് വർക്ക് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു ഔട്ട്കമ്മിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ എന്തായാലും അതിൽ കൺഗ്രാറ്റ്സ് ഷബാന, 2ാം റാങ്ക് ഹോൾഡർ. അപ്പോൾ നിങ്ങൾ നമ്മുടെ കുട്ടികൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ പഠനാനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളരെ സാധാരണക്കാരായി നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ പഠിച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്കും അത് ഒരുപാട് പേർക്ക് അത് പ്രചോദനം തന്നെ ആവും. എന്തായാലും ഷബാന, ആരാണ് നമ്മൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ഡിപ്ലോമയിലേക്ക് ആരാണ് ആദ്യം കൊണ്ട് എത്തിച്ചത്? എനിക്ക് നഴ്സിംഗ് ആയിരുന്നു ഇഷ്ടം. അപ്പോൾ നഴ്സിംഗ് കിട്ടിയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് കിട്ടിയിട്ടും എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഇതിന് LBS കൊടുത്തു. അങ്ങനെ എനിക്ക് LBS ഇതിലും കൊടുത്തു, ഫാർമസിയും കൊടുത്തു. അപ്പോൾ 2ലും എനിക്ക് കിട്ടി, മെറിറ്റിൽ കിട്ടി. അങ്ങനെ അത് ഇതിൽ വന്ന് ആലപ്പുഴ ജില്ലയിൽ ഞാൻ പോയി ചേർന്ന്. അപ്പോൾ അന്ന് തൊട്ടേ നമ്മുടെ സർക്കാർ സർവീസ് എന്നൊരു സ്വപ്നം നമ്മുടെ തലയ്ക്കകത്തുണ്ട്. ഫാർമസിനേക്കാൾ കൂടുതൽ പക്ഷേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണല്ലേ, കാരണം നമുക്ക് കുറച്ചധികം ഫീൽഡ് വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫീൽഡ് വർക്ക് ഉണ്ട്, മുനിസിപ്പാലിറ്റിയിൽ 15 ദിവസം ഉണ്ട്. അതെ അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു മേഖല, ഡ്രീം ആയിരുന്നു നമ്മുടെ ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മൾ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് വളരെ കുറച്ചാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു 60% ആണ് നമ്മൾ പൊതുവേ നമ്മൾ കവർ ചെയ്ത് പരീക്ഷ എഴുതി പാസ്സായി പോരുന്നത്. സഹകാരിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലേ. ഇപ്പോൾ ഒരു പരീക്ഷ, ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരു പഠിച്ചതിന്റെ ക്വസ്റ്റ്യൻസ് സഹകാരിയിൽ തരുമായിരുന്നു. ടെസ്റ്റ് ഉണ്ട്, എല്ലാ ദിവസവും ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായി ഞങ്ങൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീക്കിലി ടെസ്റ്റിൽ എങ്ങനെ? ടെസ്റ്റ് ഉണ്ട്, മന്ത്ലി ടെസ്റ്റ്. എത്ര പ്രാവശ്യം 1ാം റാങ്ക് മേടിച്ചിട്ടുണ്ട് വീക്കിലി ടെസ്റ്റിൽ? 1ാം റാങ്ക് മേടിച്ചിട്ടുണ്ട്. എക്സാം കറക്റ്റ് ആയിട്ട് എഴുതായിരുന്നു. എക്സാം എല്ലാം റിപ്പീറ്റ് ചെയ്ത് അതിൽ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതി ഉറപ്പിക്കുകയായിരുന്നു. നമുക്ക് ഇതുപോലൊരു വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പരീക്ഷ ആവുന്നത് തന്നെ എപ്പോഴും നമുക്കൊരു മുൻകരുതൽ ആവശ്യമാണ് അല്ലേ. പരീക്ഷയെ നമ്മൾ നേരിടുമ്പോഴത്തേക്ക് ഒരു മുൻകരുതൽ ആവശ്യമാണ്. എങ്ങനെയായിരുന്നു നമ്മൾ പരീക്ഷയിൽ എത്രയാണ് അറ്റൻഡ് ചെയ്തു ഷബാന? PSC എക്സാമിൽ ഞാൻ ഓൾമോസ്റ്റ് 90 എണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 64 എണ്ണം എൻ്റെ ശരിയായിരുന്നു. പിന്നെ കുറച്ച് മൈനസ് കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ 50 സംതിങ് കിട്ടി. റിസ്ക് എടുത്തു എന്നാണ് പറയാൻ അല്ലേ. ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇതായിരുന്നു. റിവിഷൻ ടൈമിലായിരുന്നാലും ഇത് തുടങ്ങുന്ന സമയത്തായിരുന്നാലും ഇതുപോലെ ഈ സഹകാരി ചേരുന്ന സമയത്ത് പൈസ ഇതുപോലെ ആ സമയത്ത് ഇടാനില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന പൈസ എനിക്കിങ്ങനെ തരുമായിരുന്നു, ഇച്ചിരി പൈസ തരുമായിരുന്നു. അതിനൊരു കുടുക്ക ഇതുപോലെ വാങ്ങിച്ചിട്ട് ഞാൻ അതിനകത്ത് ഇട്ടിട്ട് അതൊരു ഇതായപ്പോൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ അത് തന്നെ നോക്കി. അപ്പോൾ അങ്ങനെയാണ് സഹകാരിയിൽ പൈസ അടയ്ക്കുന്നത്, തരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഇക്കയെ വിളിച്ചേ പറ്റുള്ളൂ. ഇക്ക വരൂ, ഇക്ക ഇവിടെ ഉണ്ട്, നമ്മുടെ അടുത്തുണ്ട്. കാര്യം സപ്പോർട്ടായിരുന്നു ഇക്ക എനിക്ക്. ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലെ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന പോലെ നേരെ തിരിച്ചും കേട്ടോ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്നാലേ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഷബാനയുടെ വിജയത്തിന്റെ നെടുന്തൂണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഷൈജു അല്ലേ. കൺഗ്രാറ്റ്സ് ഷൈജു ഒരു എഡ്യൂക്കേറ്റർ കൂടെയാണ്. ഇപ്പോൾ നിലവിൽ ഫിസിക്സ് മാത്സിനൊക്കെ +2 വരെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന അധ്യാപകൻ കൂടെയാണ്. അപ്പോൾ ഷൈജു ശരിക്കും പറഞ്ഞാൽ ഷൈജു എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ആളിനെ?
ക്ലാസ് എടുത്ത് ഞങ്ങൾ രാവിലെയും വൈകുന്നേരം ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. പോയ ശേഷം പിന്നെ വൈകിട്ട് ഒരു 6 മണി 7 മണിയൊക്കെ ആയിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ പറയും അവളോട് പോയിരുന്ന് പഠിച്ചോളാൻ പറയും. സമയമൊന്നും കളയണ്ട, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പോയിരുന്ന് പഠിച്ചോളാൻ പറയും. ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാത്രമല്ല ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര തന്നെ പറഞ്ഞാലും ഇതിനകത്ത് അമ്മാതിരി കഷ്ടപ്പെട്ടാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ആ ഒരു മൈൻഡ് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആംബിയൻസ് നമ്മൾ കൊടുത്താൽ. ഇവള് 10, 12, 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉറക്കം മെഷീൻ ഇപ്പം നല്ലതുപോലെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാൽ പിന്നെ നമുക്ക് വിശ്രമിക്കാം. മാത്രമല്ല 100 എണ്ണം ഇപ്പൊ ഇന്ന് 100 ക്വസ്റ്റ്യൻസ് നീ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് തരുമായിരുന്നു ടാർഗറ്റ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പഠിക്കുകയായിരുന്നു. ഇന്ന് ഇത്ര 10 പേജ് പഠിക്കുക, 100 ക്വസ്റ്റ്യൻസ് പഠിക്കുക, അങ്ങനെ അത് പിന്നെ കൂടി വന്നു. പിന്നെ ഒരു റിവിഷൻ ആ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ കൂടുതൽ 500 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പഠിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കിയായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു സിറ്റുവേഷനാണ് ഷബാനയോടൊപ്പം അതുപോലെ ഷൈജുവിനോടൊപ്പം നിൽക്കുന്നത്. കാര്യം ഇതുപോലുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് വലിയ ഉയരങ്ങൾ കീഴടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ സന്തോഷത്തിന് പകരം വയ്ക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ അഡ്വൈസ് മേടിക്കുക, അഡ്വൈസ് മേടിച്ച് അതുപോലെ MCS പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ എന്തിനാ പത്തനംതിട്ട അടുത്ത് തന്നെ നമുക്ക് ജില്ലാ പത്തനംതിട്ട തന്നെ അല്ലേ ആണ്, അടുത്ത് തന്നെ ജോലി ചെയ്യാനും ഒരുപാട് ആൾക്കാരെ, പ്രത്യേകിച്ച് നമ്മൾ ഹെൽത്തിൻ്റെ ഫീൽഡായിട്ട് ഒരുപാട് ആൾക്കാർ സേവനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ നമ്മളെ.